സിസ്റ്ററെ കാറി വരുമ്പോ ഒന്ന് വോമിറ്റ് ചെയ്തു. കഴിച്ച ഫുഡിന്റെ കുഴപ്പമാണോ വേറെ എന്തെങ്കിലും ഇഷ്യൂ ആണോ എന്നറിയില്ല. ഒരു ലേഡി ഡോക്ടറെ ഒന്ന് കാണിക്കണം. ആരെവിടെ നല്ലതുണ്ട്? തനിക്ക് എന്താണ് ആൺ ഡോക്ടർമാര് പറ്റില്ലേ? ചിരിക്കണ ഒരു സ്ത്രീയല്ലേ, അപ്പൊ ലേഡി ഡോക്ടറല്ലേ കാണിക്കട്ടെ. സ്ത്രീയാ? താൻ എന്താണ് ഈ പറയണത്? അങ്ങോട്ട് വെച്ചിട്ട് ഛർദിച്ചത് വെള്ളടിച്ചിട്ടാണാ? എന്നാ ഡോക്ടർ ഒന്നും കാണിക്കണ്ട. താൻ എവിടെയെങ്കിലും കുറച്ചു നേരം പോയി ചെന്ന് കിടക്ക്. വെള്ളമടിയോ? ആര് വെള്ളമടിച്ചെന്ന സിസ്റ്റർ പറയുന്നത്? ഛർദിച്ചത് താനല്ലേ? ഞാൻ ഛർദിച്ചു എന്ന് സിസ്റ്ററോട് ആരാ പറഞ്ഞേ? തോനോ? ഈ കൈ കൊണ്ടത് ദേഹത്ത് കൈവെക്കല്ലിട്ട് ആരെങ്കിലും കാണും. സിസ്റ്റർ, OP എവിടെയാ? ഇവിടുന്ന് നേരെ അങ്ങോട്ട് പൊക്കോ. രാജു, ഇവിടെ വെയിറ്റ് ചെയ്യും, ഞാൻ ഇപ്പൊ വരാം. ഓഹോ, അപ്പൊ ഇവരാണ് ഛർദിച്ചത്? ഛർദിച്ചതല്ല, ഛർദിച്ചത് അവരാണ്. ഈ നഴ്സുമാരെല്ലാം പൊതുവെ എങ്ങനെയാ? ഭയങ്കരം, ഭാവന, ഫർദി, സാമ്പാർ. ഹലോ, നീ എവിടെയാ? യെസ്. നീ നെടുമ്പാശ്ശേരിന്ന് പോയേ? ഞാൻ എന്താ പുറപ്പെട്ടിട്ടാ? ഇന്നത്തോടെ അവന്റെ പെരുന്നാളി ഞാൻ തീർക്കും. അതെ മാഷേ, നിങ്ങൾ ആരെയാ വിളിക്കുന്നത്? ഞാൻ ആരെയും വിളിക്കലടാ, എനിക്കെന്തിട്ടാ പേടിയുണ്ട്. എന്റെ കുടുംബടെ കൊള്ളി ബാബുണ്ട്, ലാലൂരുള്ള സുനിയുണ്ട്, പിന്നെ മുരുകേട്ടനും ഡീസലും. ചാലക്കുടി നമ്മുടെ ആൻഡ്രൂസും കൂടി കയറും. നീ എവിടെയാ? മാഷേ, നിങ്ങൾ ആരെയാ വിളിക്കുന്ന? നമ്പർ ഒന്ന് ചെക്ക് ചെയ്യ്. ഒക്കെ ചെക്ക് ചെയ്തിണ്ടാ നമ്പറാ. അവന്റെ വണ്ടിയുടെ RC കോപ്പി എന്റെ കയ്യിലുണ്ടാ. നീ അവിടെ വെയിറ്റ് ചെയ്താ ഞാൻ എന്റെ പുതുക്കാട് എടുത്തിട്ടേ 2 വിട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നീ ഇവന്റെ നമ്പർ സേവ് ചെയ്യുന്നാവും നല്ലത്. ആ, തൃശ്ശൂർക്കാരൻ ഡി. നോസിയ ഫീൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ടാബ്ലറ്റ് കഴിക്കാം. അതർവൈസ് യു ടേക്ക് റെസ്റ്റ് ആൻഡ് ഈറ്റ് വെൽ. സാറേ, ഗോളടിച്ചല്ലേ? ഗോളോ? മനസ്സിലായില്ല. മനസ്സിലായില്ല? വൈഫിനുണ്ട് യൂറിൻ ടെസ്റ്റ് പോസിറ്റീവ്. യൂറിൻ ആരുടെ? ഓ, ഈ സാറിനൊന്നും അറിയില്ല. വൈഫ് പ്രഗ്നന്റ് ആണെന്ന്. എപ്പോ? താങ്ക്സ് അലോട്ട്. തേങ്ങാച്ചട്ടിയുടെ അല്ല അല്ലേ മാഡം? ഹൗ ഡു യു നോ? ആര് പറഞ്ഞു? ആ സിസ്റ്റർ പറഞ്ഞു. എനിക്കൊരു കൺഗ്രാറ്റുലേഷൻസ് കിട്ടി. അയ്യോ, Come, Pop. ഹലോ. ആ ഉണ്ണിക്ക, ഷാജി. ഇനി എത്തിയോ? ഞാൻ ഓൺ ദ വേ. കരിപ്പൂർ ഇറങ്ങിയത്. നിങ്ങൾ എവിടെ ഉണ്ട്? ഞാൻ കൊച്ചിയിലെത്തി മോനെ. എന്താ ഉണ്ണിക്ക പറ്റിയത്? കരിപ്പൂർ എയർപോർട്ടിൽ നിന്നും സേഫായി പുറത്തിറങ്ങിയൊരു സാധനം മിസ്സാവാന്ന് പറഞ്ഞാൽ അതാരോ പണിഞ്ഞതാണല്ലോ. ഒരു പിടിയും കിട്ടുന്നില്ല മോനെ. എന്തായാലും ഇഞ്ഞു വാ. ആ കസ്റ്റംസ് ഓഫീസർ ഓനേടോ താണതാ, വിവരമൊന്നുമില്ല. അവന്റെ ഭാര്യ കൊച്ചിയിലെത്തിയിട്ടുണ്ട്. ചിലപ്പോ അതിനെ പൊക്കേണ്ടി വരും. ശരി ശരി മോനെ. ഡിസ്ട്രിക്ട് കോർട്ടിൽ ബെയിൽ അപ്ലൈ ചെയ്യാൻ പറ. ശരി സാർ, ഞാൻ പറയാം. ഒരു മിനിറ്റ്. കാർ ഇവിടെ ഇടല്ലേ, അങ്ങോട്ട് മാറ്റിയിട്. ഈ വണ്ടി ഇവിടെ ഇടല്ലേ? ആ സാറ് പറഞ്ഞു ഇവിടെ കൊണ്ടിടാൻ. സാറ് താൻ പറയണേക്ക് വണ്ടി അവിടേക്ക് ഇട്. അവിടെ കൊണ്ടിടുമ്പോ പറയാ ഒന്നുമില്ല സാറേ, വണ്ടി മാറ്റിയിട്ടോളാം. വണ്ടി ഇവിടെ പാർക്ക് ചെയ്യല്ലേ? ഈ വണ്ടിയാ? പിന്നല്ലാതെ. ഈ വണ്ടി എന്റെ വണ്ടിയല്ല, കാല് കഴിച്ചോണ്ട് ചാരി മാറി ആ തള്ളത്ത് പോയി പാർക്ക് ചെയ്യട്ടെ. ഇടോ, തന്റെ വണ്ടി അല്ലെന്നല്ലേ പറഞ്ഞത്? എന്റെ കാര്യമാണ്, ഞാൻ ആ തള്ളത്ത് പോയി നിൽക്കട്ടാന്ന്. ഡ്രൈവർമാരുടെ ഉയരെടുക്കാൻ വേണ്ടി ഓരോരുത്തന്മാര്. ഞാൻ കോഴിക്കോട് കമ്മീഷണറെ വിളിച്ച് പറയാം. എയർപോർട്ടിൽ പോയി ഒന്ന് അന്വേഷിക്കാൻ ഏർപ്പാട് ചെയ്യാം. രമേശ് താമസിക്കുന്ന സ്ഥലം അതൊരു അപ്പാർട്ട്മെന്റ് അല്ലേ? അവിടേക്കും പോലീസുകാരെ വിടാം. പിന്നെ സുധീർ തന്ന പുതിയ നമ്പർ അതെന്താ? ഞാനൊന്ന് ട്രൈ ചെയ്യാം. ഭാര്യയുടെ നമ്പർ കണ്ട ചാടി എടുക്കില്ലാരും.
പിന്നെ സാവകാശം തിരിച്ചു വിളിക്കാമെന്ന് വിചാരിക്കും. അതിനോ രേഖയുടെ അടുത്ത് അതൊന്നും നടക്കില്ലല്ലേ? എന്റെ പൊന്നെ, കിട്ടുന്നവരെ വിളിച്ചിരിക്കും. അതെന്ത് തിരക്കിലാന്ന് പറഞ്ഞാലും അവക്കറിയണ്ട. ഞാൻ വല്ല അത്യാവശ്യം അങ്ങോട്ട് വിളിച്ചാലോ? ഞാൻ കോർട്ടിലായിരുന്നു, പറഞ്ഞിട്ടില്ലേ കോർട്ട് ടൈമിൽ വിളിക്കരുതെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ചാടും. രമേശിന്റെ പുതിയ നമ്പർ ഞാൻ ചന്ദ്രേട്ടന് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, വീട്ടിലേക്ക് പോകുന്നില്ലേ? അവളോടെ കാത്തിരിക്കാ. പോവും. മായി, നിനക്ക് നശിച്ച കോളിംഗ് ബെൽ അടിക്കാതെ അകത്തേക്ക് കയറി വരാൻ പാടില്ലേ? കോളിംഗ് ബെൽ അടിച്ചു കയറുന്നല്ലേ ഒരു മര്യാദ? മര്യാദയോ? നിനക്ക് ആ വാക്കിന്റെ അർത്ഥം അറിയാം കോപ്പേ? മര്യാദ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? അപ്പൊ മര്യാദ ഇല്ലാതെ നടന്നാൽ ദാറ്റ്സ് മര്യാദ. Am I correct? ടെന്നീസ് കോർട്ടിൽ കിടന്ന് ഉരുണ്ടല്ലേ, വേർത്ത് നാറുണ്ടാവും. ടെന്നീസ് എന്ന് പറഞ്ഞാൽ കബഡി കളിയല്ല, കിടന്നുരുളാൻ. മതി, വാചകം നിർത്തിപ്പോയി മേക്കഴുകി വന്നിട്ട് വല്ലതും കഴിക്കാൻ നോക്ക്. മായി, മൈത്രി, reduce the volume. മൈത്രി, ഇവിടെ ഒന്നും നേരിട്ട് നടക്കാൻ അവിട്ടം വെച്ചു. ഇതിനെല്ലാം ചേർത്ത് ഞാൻ നിനക്ക് തന്നെ. അച്ഛനായിരിക്കും ഡോറ് തുറക്ക്. അച്ഛാ, ജയന്തി മാമ, how are you? I'm the best. ആരമായി? ഞാനാടോ. വാ വാ. ഇരിക്കങ്ങളെ. നോ താങ്ക്സ്. ഡാൻസ് കലക്കി കേട്ടോ. ഞാൻ സംഭവല്ലേ? അങ്കിൾ ഏതാ? ജയന്തി മാമയുടെ ഫ്രണ്ടാ? അയ്യോ അല്ല, ഞാൻ മാഡം വന്ന വണ്ടിയുടെ ഡ്രൈവറാ. ഇത്രയും ഗ്ലാമറുള്ള ഡ്രൈവറോ? എന്ത് ചെയ്യാനാ മോളെ, അതായിരുന്നു വിധി. ആ, ഇതൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ. ഞാൻ പുറത്തോട്ടേക്കാം. അങ്ങനെ ആവട്ടെ. ആയിക്കോട്ടെ. ചട്ടമ്പി കല്യാണി. കീറ്റി. ഓ, തൃശ്ശൂർക്കാരൻ. പിന്നെ വിളിയടാ. സൈക്കിൾ അടിച്ചോ? അതല്ലേ നടക്കേട്. ചിലരോടൊക്കെ ഞാൻ പറഞ്ഞ ജോഗിങ്ങിനൊക്കെ വീണുന്നാ. ഹൈക്കോർട്ടിൽ എല്ലാരും പറയുന്നത് കേസ് തോറ്റ ദേഷ്യത്തില് ക്ലയൻസ് ആരോ കൊട്ടേഷൻ കൊടുത്ത് കാലടിച്ചതാന്നാ. കേസ് തോറ്റ നിന്റെ അപ്പനായി. മായി, എറിയിലട മോനെ, അമ്മ വയ്യാണ്ട് കിടക്കടാ. നോ, പ്ലീസ് 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 പ്ലീസ്. വേണ്ട മോളെ, പോയിന്ന് ഫ്രഷ് ആയിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വാ. നമുക്കൊന്ന് പുറത്തു പോവാം. ബാക്കിയില്ലേ നമുക്ക് പിന്നെ കാണാട്ടാ. പോടി.